സാർ, ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടന്ന സമയത്ത് ഈ ചൈനയുടെ PL-15 എന്ന് പറയുന്നൊരു മിസൈൽ പൊട്ടാത്ത ഒരു ചരക്ക് പോലും നമ്മുടെ നാട്ടിൽ വീണു നമ്മൾ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്. ഇപ്പം അസ്ത്ര എന്ന് പറയുന്ന നമ്മുടെ മിസൈൽ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഉണ്ടാക്കാനായിട്ട് പോകുമ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ കൂടി നമ്മൾ കൂട്ടിച്ചേർക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മിസൈലിൽ ചൈനയുടെ കുറച്ച് ടെക്നോളജി കൂടെ വരുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, നമുക്കില്ലാത്ത കുറച്ച് ടെക്നോളജി ഈ ചൈനീസ് മിസൈലിൽ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഈ മിസൈൽ സ്വയം ഒരു ചാവേർ പോലെയൊക്കെ പ്രവർത്തിക്കാറുണ്ട്. പൊട്ടിത്തെറിച്ച് പോകേണ്ടതാണ്. ഇത് പൊട്ടിത്തെറിച്ച് പോയില്ല. അത് പൊട്ടിത്തെറിച്ച് പോകാനുള്ള സാങ്കേതികത അതിലില്ലാത്തതാണോ അതോ പൊട്ടിത്തെറിക്കാത്തതാണോ എന്നുള്ളതിനെ പറ്റി ആ സമയത്ത് അതിന് ശേഷി ഇല്ലാതെ പോയതാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇത് മെയ് 9-ാം തീയതി പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നമുക്കൊരു മുഴുവൻ മിസൈൽ പാകിസ്ഥാൻ അയച്ചത് 100 കിലോമീറ്റർ അപ്പുറം നിന്നോ മറ്റോ അയച്ചതാണ്. നമ്മുടെ ഹോഷിയാർപൂരിൽ അതിർത്തി കഴിഞ്ഞ് 100 കിലോമീറ്റർ ഇപ്പുറം ഒരു മിസൈൽ, ചൈനീസ് മിസൈൽ PL-15E പാകിസ്ഥാൻ അയച്ചത് വീണു. അങ്ങനെ തന്നെ പൊട്ടാതെ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ആ മിസൈൽ കിട്ടി. ആ മിസൈലിൻ്റെ ടെക്നോളജി ചിലത് നമ്മൾ കൈവരിച്ചിട്ടില്ലാത്തത് ഉണ്ട്. അതെല്ലാം കൂടി നമ്മൾ ഇനി അസ്ത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ മിസൈലിൻ്റെ അടുത്ത ഭാഗം പരിഷ്കരിച്ച പതിപ്പ് അസ്ത്ര മാർക്ക് 2 അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ശത്രുക്കളെ കൊണ്ടും ഗുണങ്ങളുണ്ട്. നമ്മൾ ശത്രുക്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ശത്രുക്കളെ അതെ നിലനിർത്തണം. അപ്പോൾ അസ്ത്രയിലേക്ക് നമ്മളത് ഇപ്പോൾ പരിശോധിച്ച് മെയിൽ കിട്ടിയതാണല്ലോ, പരിശോധിച്ച് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അതിൽ കണ്ടുപിടിച്ച് മറ്റു രാജ്യങ്ങൾക്കും ആ കാലത്ത് ജപ്പാനും ഫ്രാൻസിനും ഒക്കെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ടെക്നോളജി ഉണ്ട് എന്ന് താല്പര്യമുണ്ട്, അവരും ചോദിക്കുന്നുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ചൈനീസ് ടെക്നോളജിയും കൂടി ഇനി മിസൈൽ അയക്കുമ്പോൾ ഇങ്ങനെ വേണം അയക്കാൻ ശത്രു രാജ്യങ്ങൾ, ചിലതൊക്കെ മുഴുവനായിട്ട് പൊട്ടാതെയൊക്കെ. അപ്പോൾ PL-15 നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇങ്ങനെ കിട്ടി. എയർ ടു എയർ മിസൈലാണത്. വിമാനത്തിൽ നിന്ന് വിമാനം തകർക്കാനൊക്കെ അയക്കുന്ന മിസൈലാണ് ഈ PL-15 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു റഫാൽ വിമാനത്തിന് ഈ PL-15 ഒരെണ്ണം തകർത്തു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ അതിന് 200 കിലോമീറ്ററൊക്കെ റേഞ്ച് കിട്ടും എന്നുള്ളത് നമ്മുടെ പൈലറ്റുമാർ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് റോയിട്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അല്ലാതെ റഫാലിൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ PL-15 ആദ്യ ദിവസം നമുക്കൊരു ശല്യം ഉണ്ടാക്കിയിരുന്നു എന്നും ഈ റോയിട്ടർ റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കഥ. അപ്പോൾ അതിലെ ആധുനിക സവിശേഷതകൾ നമ്മളുടെ DRDO അല്ലേ, റിസർച്ച് ഓർഗനൈസേഷൻ, പ്രതിരോധ ഗവേഷണ സ്ഥാപനം നമ്മുടെ മിസൈലിൽ കൂട്ടിച്ചേർക്കാൻ പോകുന്നു. അപ്പോൾ അതിനും ഏതാണ്ട് ഇത്രയൊക്കെ റേഞ്ചാണ് കിട്ടുക. നമ്മുടെ അസ്ത്ര മാർക്ക് 2 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ PL-15 ഒരെണ്ണം പൊതിയാത്തേങ്ങ പോലെ കിട്ടി, മൊത്തം കിട്ടി. ചിലത് ഈ PL-15 കഷ്ണങ്ങളും ചിലത് പൊട്ടിപ്പോയത് കഷ്ണങ്ങളും ചിലത് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം അങ്ങനെ തന്നെ. ഇത് ചൈനയുടെ തന്നെ JF-17 യുദ്ധവിമാനത്തിൽ നിന്നോ J-10C യുദ്ധവിമാനത്തിൽ നിന്നോ തൊടുത്ത് വിട്ടതായിരിക്കും എന്നാണ് കരുതുന്നത്. ഏതിൽ നിന്നാണെന്നൊന്നും നമുക്കറിയില്ല. ഇത് പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് പോയി കൊള്ളാതെ വെറുതെ ഒരു പാടത്ത്, ഹോഷിയാർപൂരിൽ പാടത്ത് വന്ന് വീണു. അപ്പോൾ ഇന്ത്യ പറയുന്നത് ഈ ഒരു റഫാൽ പോയത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്ന് പറയുന്ന ആളുകളും ഉണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ 200 കിലോമീറ്ററാണ് റേഞ്ച് PL-15ൻ്റെ. അത് എക്സ്പോർട്ട് വേർഷനാണ് PL-15E എന്ന് പറയുന്നത്. അത് കയറ്റുമതി ചെയ്യാനുള്ള വെർഷനാണ്. അതാണ് പാകിസ്ഥാൻ്റെ കയ്യിലൊക്കെ ഉള്ളത്. ശരിക്കും ഈ
അവരുടെ ഒറിജിനൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് 200 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ്. എക്സ്പോർട്ട് വേർഷന് പക്ഷെ 150 കിലോമീറ്റർ റേഞ്ചേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ബാരക്കുകളിലുള്ളതിനാണ് 200 കിലോമീറ്റർ PL-15 ഉള്ളത്. പക്ഷെ എക്സ്പോർട്ട് സാധനം നോക്കിയാലും സാങ്കേതികത സെയിം ആയിരിക്കുമല്ലോ. അതാണ് നമുക്ക് ഗുണം കിട്ടുന്നത്. ഇത് ഫ്രാൻസിൻ്റെ മെറ്റിയോർ എന്ന് പറഞ്ഞൊരു മിസൈലുണ്ട്. ഫ്രാൻസിൻ്റെ മെറ്റിയോർ, ഉൽക്ക എന്നാണല്ലോ അർത്ഥം. ആ മെറ്റിയോറിന് സമാനമാണ് PL-15 എന്നാണ് പറയുന്നത്. ഫ്രാൻസിൻ്റെ മെറ്റിയോറിന് സമാനം. ഇതിന് സെൽഫ് ഡിസ്ട്രക്ഷൻ, സ്വയം സംഹരിക്കുന്ന സംവിധാനം ഇതിന് ഇല്ല എന്നാണ് കരുതുന്നത്. പക്ഷേ ഇന്ത്യയുടെ എയർ ടു എയർ മിസൈൽ, നമ്മുടെ അസ്ത്രയിലൊക്കെ സ്വയം പൊട്ടിത്തെറിച്ച് പോകുന്ന സംവിധാനം നമുക്കുണ്ട്, ശേഷിയുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണ്? ശേഷി, റഡാർ, പ്രധാനമായിട്ടും ഇതിൻ്റെ റഡാറ്, പിന്നെ ആൻറ്റി ജാമിങ്, സ്പീഡ്, ഇതൊക്കെ ഇത് ഒരു സവിശേഷമാണ്. അതൊക്കെയാണ് നമ്മൾ കൂട്ടിച്ചേർക്കുക. ഫ്രാൻസിനും ജപ്പാനും ഒക്കെ താല്പര്യമുണ്ട് ഇതിൻ്റെ ശേഷി അറിയാൻ. കാരണം ഫ്രാൻസിൻ്റെ മെറ്റിയോറിന് സമാനമാണല്ലോ ഇത്. അപ്പോൾ അവർക്കും താല്പര്യമുണ്ടെന്ന് അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്, ഇന്ത്യയെ. ഇതിൻ്റെ റഡാറ്, മോട്ടോറ്, ഗൈഡൻസ്, അതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ അസ്ത്രയിലേക്ക്. പിന്നെ അതിൻ്റെ AESA റഡാർ, ആ കേപ്പബിലിറ്റി ഉണ്ട്, അതിന് ശേഷി. അപ്പോൾ അതിൻ്റെ എല്യൂസീവ് ആർക്കിടെക്ചർ, അതിനെ ഇങ്ങനെ വേറെ ഒരു സ്ഥലത്തും നിരീക്ഷണത്തിലൊക്കെ പെടാതെ പോകാവുന്ന അതിൻ്റെ സംവിധാനമൊക്കെ AESA, ആ സംവിധാനം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്ക്വാഡ്രൺ ലീഡർ വിജയേന്ദർ താക്കൂർ പ്രതിരോധ വിദഗ്ധനാണ്, എഴുതുകയൊക്കെ ചെയ്യാറുണ്ട് ലേഖനങ്ങൾ. അദ്ദേഹം പറയുന്നത് അതിന് AESA സീക്കർ ഉണ്ട് ആ മിസൈലിന്. AESA എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അരേ ആണ് AESA എന്ന് പറഞ്ഞാൽ. അത് ഇന്ത്യക്കില്ല AESA ശേഷി. അത് ഇതിൽ നിന്ന് നമ്മളിനി കണ്ടെത്തി അസ്ത്രയിലേക്ക് ചേർക്കും. അതുപോലെ ഡുവൽ പൾസ് മോട്ടോർ ഇതിനുണ്ട്. അത് നമ്മുടെ DRDOയ്ക്കും ഉണ്ട്, നമ്മുടെ അസ്ത്രയിലും ഉണ്ട് ഡുവൽ പൾസ് മോട്ടോർ. അസ്ത്ര മാർക്ക് 1 ആണ് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത്. അത് പരിഷ്കരിച്ചിട്ടാണ് മാർക്ക് 2 വരാൻ പോകുന്നത്. അസ്ത്ര മാർക്ക് 1-ൽ പരിഷ്കാരം നടത്തി അങ്ങനെ വരുമ്പോൾ അത് 200 കിലോമീറ്ററിന് മേൽ അതിന് റേഞ്ച് ഉണ്ടാവും. പ്രതിരോധ വകുപ്പ് മാർക്ക് 2 അനുവദിച്ചിട്ടില്ല ഇതുവരെ. ഇനി അനുമതി കിട്ടണം പ്രതിരോധ വകുപ്പിൻ്റെ. അത് PL-15 കിട്ടിയിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞാൽ അനുവദിക്കില്ലേ നമ്മുടെ പ്രതിരോധ വകുപ്പ്? രാജ്നാഥ് സിംഗിനോടൊക്കെ ചെന്ന് പറഞ്ഞാൽ പൂറിൽ നിന്ന് കിട്ടിയതാണ്, നമുക്കിതും കൂടി ചേർത്ത് എന്ന് പറയുമ്പോൾ റെഡി ആയിട്ട് സമ്മതിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ സുഖോയ് 30 MKI ആ വിമാനത്തിൽ നിന്നാണ് നമ്മൾ അസ്ത്ര പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തേജസ്സിൽ നിന്നും പ്രയോഗിക്കാം. അപ്പോൾ മാർക്ക് 1 നമ്മുടെ അതിന് 100 കിലോമീറ്ററാണ് റേഞ്ച്. മാർക്ക് 2 വരുമ്പോൾ 200 കിലോമീറ്റർ. അപ്പോൾ ചൈനയുടെ PL-15 തുല്യമായൊരു മിസൈൽ നമുക്ക് കിട്ടും. സ്വകാര്യ പങ്കാളിത്തം കൂടി DRDO ഉദ്ദേശിക്കുന്നുണ്ട്. ഭാരത് ഡൈനാമിക്സ് പൊതു ഉടമയിലുള്ളത് നമ്മൾ L&T അല്ലെങ്കിൽ ടാറ്റ ആയിരിക്കും, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്. നമ്മൾ ഇതിൻ്റെ കൂടെ സ്വകാര്യ ഉടമ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഈ PL-15 കഴിഞ്ഞിട്ട് PL-17 വന്നിട്ടുണ്ട് ചൈനയുടെ. പാകിസ്ഥാൻ അത് വാങ്ങാൻ പോകുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിന് 400 കിലോമീറ്ററാണ് റേഞ്ച്. തുർക്കിയിൽ നിന്ന് യഹ ഡ്രോണുകൾ പാകിസ്ഥാൻ വാങ്ങുന്നുണ്ട്. 2000 എണ്ണം വാങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാൻ. അതുപോലെ J-35 സ്റ്റെൽത്ത് ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ 40 എണ്ണം ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങാൻ പോകുന്നു. HQ-19 മറ്റേ എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങാൻ പോകുന്നുണ്ട്. KJ-500 AWACS ഒരെണ്ണം
പാകിസ്ഥാൻ വാങ്ങാൻ പോകുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ Su-30 നിന്ന് ആണ് ഇന്ത്യ ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പാകിസ്ഥാനെതിരെ അയച്ചിരുന്നത്. 300 കിലോമീറ്ററാണ് ആ അയച്ച ബ്രഹ്മോസ്. സൂപ്പർസോണിക് മിസൈലാണ്. ഇപ്പോൾ 500 കിലോമീറ്റർ വരുന്ന വേർഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ബ്രഹ്മോസ് എയർ വേർഷൻ ഉണ്ട്. പിന്നെ സൂപ്പർസോണിക് ക്രൂസ് വേർഷൻ ബ്രഹ്മോസിൻ്റെ അതും കൂടി വരും. അത് 800 കിലോമീറ്ററാണ് ബ്രഹ്മോസ്. അപ്പോൾ നമ്മളെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഈ ബ്രഹ്മോസ്. കാരണം അത് താഴ്ന്ന് പോകാനുള്ള ശേഷി കൂടുതലാണ് അതിന്, ബ്രഹ്മോസിന്. അപ്പോൾ ചൈനയുടെ ഒരു ടെക്നോളജി കൊണ്ട് നമുക്കൊരു മിസൈൽ പരിഷ്കരണം നടക്കാൻ പോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.